ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൃഷ്ണഗിരിയിലുള്ള തമിഴ്നാട് ഹോട്ടലിൻ്റെ ചില കാഴ്ചകളാണ്. ഇത് തമിഴ്നാട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹോട്ടലാണ്. കൃഷ്ണഗിരിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന എക്സ്പ്രസ് ഹൈവേയുടെ സൈഡിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതെൻ്റെ എൻട്രൻസ്. നമ്മൾ കയറി വരുന്ന സമയത്ത് റൂംസ്, റെസ്റ്റോറൻ്റ് ഉണ്ട്, ബാറുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഹോട്ടലാണ്. നല്ല ഗ്രീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. നമുക്ക് നല്ല രസമാണ് കാണാൻ. അകത്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് കാണുന്ന പോലെ തന്നെ നിറയെ മരങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. വണ്ടി തന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്യുകയാണ്. അതായത് ഈ നിറയെ മരങ്ങൾ നിൽപ്പുണ്ട് ഇവിടെ. ഒരു കിഡ്സിൻ്റെ ഒരു പ്ലേ ഏരിയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൈഡിൽ കാണാം. അതായത് അതിൻ്റെ റിസപ്ഷൻ്റെ എൻട്രൻസാണിത്. ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചകളിൽ കാണുന്നത് നല്ല ഒരു ഗ്രീൻ അറ്റ്മോസ്ഫിയർ നമ്മൾ നേരെ നോക്കുമ്പോൾ കാണാം. ഈ കാണുന്ന നേരത്തെ പറഞ്ഞ പോലെ കൃഷ്ണഗിരിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന 6 ലൈൻ എക്സ്പ്രസ് ഹൈവേയുടെ അടുത്ത് തന്നെയാണിത്. പക്ഷേ വിഷയം എന്ന് വെച്ചാൽ ഇവിടെ ഡയറക്റ്റ് ആ എൻട്രി അവർ ബ്ലോക്ക് ചെയ്തേക്കാണ് എക്സ്പ്രസ് ഹൈവേ നോക്കുന്നത്. അപ്പോൾ സൈഡ് റോഡിൽ കൂടെ വന്നിട്ട് വേണം നമുക്ക് സൈഡിലേക്ക് കാണാൻ. എനിക്ക് തോന്നുന്നു ഇവിടുന്നൊക്കെ വാഹനങ്ങൾ നേരെ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അപകടം ഉണ്ടാകുമെന്ന് പേടിച്ചായിരിക്കും ഇത്. എന്നാലും നമുക്ക് ബൈ റോഡിൽ കൂടെ വരാം. കൃഷ്ണഗിരിയിൽ നിന്ന് തന്നെ ബൈ റോഡിൽ കൂടെ കയറി നേരെ ഈ ഹോട്ടലിൻ്റെ സൈഡിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ നേരെ കാണുന്ന എക്സ്പ്രസ് ഹൈവേ ആണ്. പക്ഷെ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ബൈ റോഡിൽ കൂടെ വന്ന് വേണം കയറാൻ. ഇവിടുത്തെ ആ ഒരു അന്തരീക്ഷമൊക്കെ നല്ല കൂളാണ്. നമ്മളതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇതാണ് അതിൻ്റെ റിസപ്ഷൻ്റെ ഏരിയ നമ്മൾ കാണുന്നത്. റിസപ്ഷൻ്റെ ഏരിയയോട് ചേർന്ന് തന്നെയാണ് റെസ്റ്റോറൻറ്റ് ഉള്ളത്. റിസപ്ഷനിൽ നിന്ന് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഒരു സെക്യൂരിറ്റിയുടെ ഒരു ക്യാബിൻ ഒക്കെ ഉണ്ട്. ഉച്ചയ്ക്കൊക്കെ ഇവിടെ തമിഴ്നാട് മീൽസ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിനെ റൂംസ് ബുക്ക് ചെയ്യുന്നതിന് തമിഴ്നാട് ടൂറിസത്തിൻ്റെ വെബ്സൈറ്റിൽ കയറി, TTDCയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഹോട്ടൽ തമിഴ്നാട് എന്ന് പറഞ്ഞിട്ടുള്ള കയറി ബുക്ക് ചെയ്യാം. പിന്നെ ഇത് മേക്ക് മൈ ട്രിപ്പിൽ അവൈലബിൾ ആണ്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും മേക്ക് മൈ ട്രിപ്പിൽ റേറ്റ് കുറച്ച് കുറവാണ് കണ്ടത്. മേക്ക് മൈ ട്രിപ്പ് പോലത്തെ ആപ്പുകളിൽ തമിഴ്നാട് ടൂറിസ്റ്റിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. പിന്നെ ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ നമ്മൾ തമിഴ്നാട് ടൂറിസ്റ്റിൻ്റെ സൈറ്റിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് അഡൽട്ട്സ് എക്സ്ട്രാ എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. കിഡ്സിൻ്റെ ഓപ്ഷൻ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ മേക്ക് മൈ ട്രിപ്പിലൊക്കെ പോലത്തെ ആപ്പുകളിൽ നമുക്ക് നമ്പർ ഓഫ് കിഡ്സിനെ കൂടെ ബുക്ക് ചെയ്യാം. അപ്പോൾ അത് പ്രത്യേകിച്ച് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അല്ലെങ്കിൽ അഡൽട്ടിൻ്റെ ചാർജ് അതിൽ കൊടുക്കേണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത് തമിഴ്നാട് ടൂറിസത്തിൻ്റെ വെബ്സൈറ്റിൽ. പിന്നെ ഇത് ഒരു ചെറിയൊരു കിഡ്സിൻ്റെ പ്ലേ ഏരിയ ആണ്. ഇവിടെ ഒരു ചെറിയ ഏരിയ ഉണ്ട്, കുറച്ച് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ചെറിയൊരു ഊഞ്ഞാലും ഒരു സ്ലൈഡറും പിന്നെ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളെല്ലാം അവിടെ സൈഡിലായിട്ട് 2 ഏരിയയിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു ഇവിടെ നിന്നുള്ള വ്യൂ. ഇത് AC-യുടെ ഡീലക്സ് റൂംസാണ്. 401 മുതൽ 408 വരെ 7 റൂംസ് ഉണ്ട്. 7 റൂംസ് അല്ല 8 റൂംസ് ഉണ്ട് അവിടെ. റൂംസ് ഈ സൈഡിലായിട്ടുണ്ട്. ഡീലക്സ് AC റൂമാണ്. പിന്നെ നോർമൽ AC റൂമുണ്ട്, നോൺ AC റൂമുണ്ട്, സ്യൂട്ട് റൂംസ് ഉണ്ട്. ഇതാണ്ട് ഈ കാണുന്ന ഏരിയ എല്ലാം പാർക്കിംഗ് ഏരിയ ആണ്. അത് കൊള്ളാം, നല്ല ഒരു അടിപൊളി പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ നമ്മുടെ ഈ ഇവരുടെ ഒരു റൂംസ് നമ്മളെടുത്ത AC റൂമായിരുന്നു. AC റൂമിൻ്റെ ഇൻറ്റീരിയറാണിത്. ഇവിടെ ഒരു 4 പേർക്കൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങാവുന്നൊരു വലിയ ബെഡുണ്ട്. പിന്നെ ഒരു ചെറിയ അലമാര, ഒരു ഒരുങ്ങാനുള്ള കണ്ണാടി, കാര്യങ്ങൾ. TV പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അത് പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടൊക്കെ ഓൺ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായി. കുഴപ്പമില്ല എന്ന് പറയാം. നമുക്ക് ഭയങ്കര റൂമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതാണ് ബാത്റൂം. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ഭയങ്കര വൃത്തിയല്ല, എന്നാലും അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ പിന്നെ TV ഇതാണ് ആ TV ഞാൻ നേരത്തെ പറഞ്ഞത്. TV പ്രോപ്പറായിട്ടൊന്നും അത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ അവർ കുഴപ്പമില്ല എന്ന് പറയാം. നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. പ്രത്യേകിച്ച് നിങ്ങൾ മേക്ക് മൈ ട്രിപ്പൊക്കെ വഴി ബുക്ക് ചെയ്യുകയാണെങ്കിൽ, നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ റേറ്റ് കുറച്ച് കുറവാണ്. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ. റെസ്റ്റോറൻറ്റ് അത്യാവശ്യം നല്ല റേറ്റാണ്. നമ്മളൊരു രാത്രിയുടെ ഒരു ദോശ കഴിച്ചു. ദോശയ്ക്ക് തന്നെ സാധാരണ നമ്മൾ തട്ടുദോശയുടെ കാലം അല്പം വലുപ്പമുള്ള ദോശയ്ക്ക് 70 രൂപ ഒരു ചാർജ് ചെയ്തു. അപ്പോൾ ഫുഡ് നിങ്ങൾ ഇവിടുന്ന് കഴിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, അല്ലാത്ത വെളിയിൽ നിന്ന് കഴിക്കുന്നതായിരിക്കും ലാഭമെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഫുഡിന് ചാർജ് കൂടുതലാണല്ലോ. ഇതാണ് നമ്മുടെ ആ ഒരു 2nd ഫ്ലോർ, AC റൂമിൻ്റെ 2nd ഫ്ലോറിൻ്റെ ബാൽക്കണി. അവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ലോൺ ഏരിയ ഉണ്ട്.
അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് സ്യൂട്ടാണ്. സ്യൂട്ടിൻ്റെ അടുത്ത് പോയിട്ടുള്ള ആ ഏരിയ ഞാനൊന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഇത് അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകുന്ന സമയത്ത് ചെറിയ ലോണൊക്കെ വെച്ചിട്ട് നേരെ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തുന്നൊരു വഴിയുണ്ട്. അതൊക്കെ കൊള്ളാം, കാണാൻ നല്ല ഭംഗിയുണ്ട്. രാവിലത്തെ ഒരു കാഴ്ച വെയിലൊക്കെ വരുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് കാണാം. ഇവിടെ ഒരു ഡ്രൈവേഴ്സിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു എക്സ്ട്രാ ടോയ്ലറ്റ് ലെഫ്റ്റ് സൈഡിൽ വെളിയിൽ ഉണ്ട്. പിന്നെ ഇത് ആ സൈഡിലുള്ള നമ്മുടെ AC റൂമിൻ്റെ വ്യൂ ആണ്. ഈ കാണുന്നതാണ് 2 സ്യൂട്ട് റൂം. വലിയ അടിപൊളി സ്യൂട്ട് റൂമാണ്. സ്യൂട്ട് റൂമിനുള്ള കാഴ്ചയൊക്കെയാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട്. സ്യൂട്ട് റൂമിൻ്റെ വെളിയിൽ നിന്നുള്ള കാഴ്ചയാണ്. അപ്പോൾ 2 സ്യൂട്ട് റൂമുണ്ട്, ഡീലക്സ് AC റൂമുണ്ട്, നോൺ AC റൂമുണ്ട്, പിന്നെ സാധാരണ AC റൂമുണ്ട്. മേക്ക് ട്രിപ്പിൽ സാധാരണ AC റൂമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് അത്യാവശ്യം ഒരു ദിവസം രാത്രിയിലൊക്കെ സ്റ്റേ ചെയ്യാനാണെങ്കിൽ അത് മതി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും, നമുക്ക് അത് കഴിച്ച് നമുക്ക് യാത്ര തുടരാവുന്നതാണ്. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസാണ്. അതുകൊണ്ട് പേടിക്കാനില്ല. ഗവൺമെൻറ് സർവൻസാണ് അവിടെ ഉള്ളത്. അത്യാവശ്യം നമുക്ക് സെക്യൂറായിട്ട് നിൽക്കാം. ഇത് രാത്രിയിലുള്ള കാഴ്ചയാണ്. ഗസ്റ്റ് ഹൗസ് തമിഴ്നാട് ഹോട്ടൽ തമിഴ്നാട് ഗസ്റ്റ് ഹൗസിൻ്റെ ടൂറിസം ഗസ്റ്റ് ഹൗസിൻ്റെ കാഴ്ചയാണിത്. ലൈറ്റൊക്കെ ആയിട്ട് മനോഹരമായിട്ടുണ്ട് കാണാൻ. അപ്പോൾ 1-2 കാര്യങ്ങൾ നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ കുഴപ്പമില്ല ഈ സ്ഥലം. 2 റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ പോകുന്ന സമയത്ത് റേറ്റിൻ്റെ കാര്യത്തിൽ കമ്പയർഡ് ടു നമുക്ക് അറിയാമല്ലോ, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. റേറ്റ് കൂടുതലാണ്. ഒരു ദോശയ്ക്ക് തന്നെ അവിടെ 70 രൂപ ചാർജ് ചെയ്തിട്ടുണ്ട്, സാധാരണ ദോശ, തട്ടുദോശയ്ക്ക്. റേറ്റ് കൂടുതലായിരിക്കും അല്പം. പിന്നെ അവർക്ക് നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രാവിലെ. അത് നമ്മൾ മധുരയിലും തിരുവണ്ണാമലയിലും കന്യാകുമാരിയിലും ഒക്കെ നമ്മൾ താമസിക്കുന്ന സമയത്ത് അവിടുന്ന് കഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. രാത്രിയിലുള്ള കാഴ്ചകളാണിത്. രാത്രിയും അത്യാവശ്യം ലൈറ്റിങ് കാര്യങ്ങളെല്ലാം റെസ്റ്റോറൻറ്റിലും അതുപോലെ തന്നെ റൂംസിൻ്റെ അവിടെ എല്ലാം ഉണ്ട്. കുട്ടികളെയൊക്കെ വളരെ സേഫായിട്ട് നമുക്ക് കൊണ്ടുപോകാവുന്ന ഒരു സ്ഥലമാണിത്. അത് റൂമിൻ്റെ വെളിയിൽ നിന്നുള്ള കാഴ്ചകളാണ് രാത്രിയിലുള്ള കാഴ്ചകൾ. രാത്രിയിൽ പിന്നെ അതുപോലെ തന്നെ സ്റ്റാഫും കുഴപ്പമില്ല, അത്യാവശ്യം സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാഫും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു ദിവസത്തെ സ്റ്റേക്കൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പം തിരുപ്പതി അതുപോലെ തന്നെ ബാംഗ്ലൂർ ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൃഷ്ണഗിരിയിലെ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്ത് എത്താവുന്ന ഒരു ഗസ്റ്റ് ഹൗസാണ്. ഹൈദരാബാദ്, ബാംഗ്ലൂർ അതുപോലെ തന്നെ തിരുപ്പതിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കത് സ്റ്റേ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് ഉപയോഗിക്കാം. പ്രൈവറ്റ് ഹോട്ടൽസ് പോലെ അല്ല എന്നുള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാര്യം. ഞാൻ സാറിന് യാത്ര ചെയ്യുന്ന സമയത്ത് ഏത് സ്റ്റേറ്റിനായാലും സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസ് ഉണ്ടെങ്കിൽ അത് പ്രിഫർ ചെയ്തതിന് ശേഷം മാത്രമേ പോവുള്ളൂ. അപ്പോൾ സ്റ്റോപ്പിംഗ് ദ വീഡിയോ. അപ്പോൾ തൽക്കാലത്തേക്കൂടെ നിർത്തുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും യാത്രകൾ ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള സർവീസുകൾ ഉപയോഗിക്കുക. പ്രത്യേകിച്ചും ഫാമിലിയായിട്ട് പോകുമ്പോൾ നമ്മൾ വളരെ സേഫായിട്ട് തോന്നും. അപ്പം തൽക്കാലത്തേക്ക് നിർത്തുന്നു. താങ്ക് യു.